ഹലോ കൂട്ടുകാരെ, ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തലാണ്. ഞങ്ങൾക്ക് ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ ആ കടയിലുള്ള കുറച്ച് സാധനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അതൊക്കെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ ഫിംഗർ ക്യാപ്പാണ് ഇവിടെ കാണിക്കുന്നത്. 3 തരം ഫിംഗർ ക്യാപ്പ് ഉണ്ട്. ഈ ഫിംഗർ ക്യാപ്പ് തീരെ കട്ടി കുറഞ്ഞ് വളരെ നൈസായിട്ട് നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ ഫിംഗർ ക്യാപ്പ് തരാനല്ലേ പറയുള്ളൂ. 3 തരം ഫിംഗർ ക്യാപ്പ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ രണ്ടാമതെടുത്ത ഫിംഗർ ക്യാപ്പ് ഇച്ചിരി കൂടി കട്ടിയുള്ളതായിട്ട്, നമ്മൾ പച്ചക്കറിക്ക് അരിയുമ്പോൾ നമ്മുടെ കൈ മുറിയാതിരിക്കും. ആദ്യം എടുത്തത് ഒട്ടും കട്ടിയില്ലാത്തൊരു ഫിംഗർ ക്യാപ്പാണ്. രണ്ടാമത് ഇപ്പോൾ ഈ കാണിക്കുന്നത് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളത് ഫിംഗർ ക്യാപ്പാണ്. നമ്മൾ പച്ചക്കറി അരിയാൻ സാധാരണ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഈ ഫിംഗർ ക്യാപ്പ് നല്ല കട്ടിയുള്ള ഫിംഗർ ക്യാപ്പാണ്. ഇതിന് ഏകദേശം ഓരോ ചിലപ്പോൾ 10 രൂപയോ ചിലപ്പോൾ 5 രൂപയോ ആയിരിക്കും. മറ്റേതിന് 4 എണ്ണത്തിന് 10 രൂപയാണ് റേറ്റ്. ആദ്യം കാണിച്ചത് 5 എണ്ണത്തിന് 10 രൂപയാണ് റേറ്റ്. അങ്ങനെ പല ഫിംഗർ ക്യാപ്പ് നമുക്ക് കിട്ടും. ഇത് കൂടുതലും ഈ കട്ടിയുള്ള ഫിംഗർ ക്യാപ്പ് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യണവരല്ലേ, കൈ മുറിയാതെ ഇങ്ങനെ പിടിക്കാനൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ളവരാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. പച്ചക്കറി അരിയാൻ വളരെ നല്ല നമ്മുടെ കൈമുറി നമുക്ക് അത്ര സേഫ്റ്റി, നമുക്ക് ടെൻഷനേ വേണ്ട. മറ്റേ നമ്മൾ കത്തി കൊള്ളുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ, അത് ഈ ഫിംഗർ ക്യാപ്പിന് ഉണ്ടാവില്ല. ഈ 3 തരം ഫിംഗർ ക്യാപ്പ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിംഗർ ക്യാപ്പ്, നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ ഏതാ വാങ്ങിക്കണേ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫിംഗർ ക്യാപ്പ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണല്ലോ. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് 5 രൂപയുടെ ഫിംഗർ ക്യാപ്പാണ്. പിന്നെ ഇച്ചിരി കട്ടിയുള്ളത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യം കാണിച്ചത് ഭയങ്കര നൈസായിട്ടുള്ളത്, അത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലാവാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുപോലത്തെ ഉള്ള ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പുതിയതായിട്ടും വെറൈറ്റി ആയിട്ടും പരിചയപ്പെടുത്തുന്ന വീഡിയോയും ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.